കോഴിക്കോട് രാമനാട്ടുകരയിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കസ്റ്റഡിയിലെടുത്തു. വൈദ്യരങ്ങാടി സ്വദേശി ഇജാസ് ആണ് കസ്റ്റഡിയിലുള്ളത്. കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ലഹരിയുമായി ബന്ധപ്പെട്ട തർക്കമാണോ എന്ന കൊലപാതകത്തിന് പിന്നിലെന്ന സംശയത്തിലാണ് പോലീസ്. ഇതിനെക്കുറിച്ച് ഇവിടെ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഞങ്ങൾ തന്നെ ഒരുപാട് തവണ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. പോലീസ് നിരന്തരം പെട്രോളിങ്ങിന് വരാറുണ്ട്. പക്ഷേ ഈ പോലീസൊക്കെ വരുന്ന ആ സമയങ്ങളിൽ ഇവിടെ ആളുകളുണ്ടാവില്ല. ഈ ബൈപ്പാസിൻ്റെ മേൽപ്പാലത്തിൻ്റെ അടിയിലാണ് സാധാരണ ഉണ്ടാവാറ്. പിന്നെ ഈ പ്രദേശമൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ വീടുകളൊക്കെ കുറഞ്ഞ ഏരിയയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ജനങ്ങൾ നടത്തൊക്കെ കുറവാണ്. അപ്പം അവർക്കൊക്കെ ഒരു സുഖമായ ഒരു സ്ഥലമാണ്. ഇതുപോലെ തന്നെ രാമനാട്ടുകര കേന്ദ്രീകരിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അപ്പോൾ നിരന്തരം ഈ രീതിയിലുള്ള പ്രത്യേകിച്ചും ഒഴിഞ്ഞ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ആളുകൾ തമ്പടിക്കുക. ചില പ്രശ്നങ്ങളും അടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഈ ലഹരി കൈമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സ്ഥലമാണ് ലഹരി ഉപയോഗവും പരിപാടിയൊക്കെ. ലഹരി എന്ന് പറഞ്ഞാൽ പൊതുവെ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ നമ്മൾ പോലീസിലൊക്കെ അറിയിച്ച് പോലീസൊക്കെ വരുമ്പോഴത്തേനും അവർ അധികം എസ്കേപ്പ് ആവും. അങ്ങനെയുള്ളൊരു ഇതിലാണ് പല സമയത്തും ഇവിടുന്ന് പോലീസ് തന്നെ MDMA ഒക്കെ പിടിച്ച സംഭവങ്ങളുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഇത് കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഈ കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിഞ്ഞോ? അമൃത, ഇന്ന് കൂടിയാണ് ഈ ഒരു മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത്. രാമനാട്ടുകര ഓവർബ്രിഡ്ജിന് താഴ്ഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം കാണുന്നത്. കൊലപാതകമാണെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കൊലക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെയുള്ള വെട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം മുഖം അറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് കല്ലുകൊണ്ട് കുത്തി മുഖം പൂർണ്ണമായും വികൃതമാക്കുന്ന ഒരു തരത്തിലാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇജാസ് എന്ന് പറയുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇത് ആരാണ് മരിച്ചത്? മലപ്പുറം സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം. മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ലഹരി മാഫിയ ലഹരി ഇടയിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനത്തിലുള്ളത്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. തുടർന്ന് ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ ഒരു ലക്ഷത്തിന് ശേഷമായിരിക്കും പോലീസ് പുറത്തുവിടുക. അമൃത. ശരി ഫൈസൽ.